2016 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തനിക്ക് ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ ലഭിച്ചിരുന്നുവെന്ന് കെ മുരളീധരൻ. 2019 മുതൽ വെൽഫെയർ പാർട്ടി പിന്തുണ കോൺഗ്രസിനാണ്. NSSന്റെ ചടങ്ങുകളിൽ കൂടുതലും കോൺഗ്രസ് നേതാക്കളാണ് പങ്കെടുക്കാറുള്ളത്. രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രിയാകാൻ യോഗ്യൻ എന്ന പരാമർശം ചർച്ചയാക്കേണ്ടതില്ലെന്നും കെ മുരളീധരൻ പറഞ്ഞു. NSSന്റെ എല്ലാ വർഷവും പരിപാടികളിൽ മുഖ്യാതിഥിമാരായി പല കോൺഗ്രസ്സുകാരെയും ക്ഷണിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ അത്ര വലിയ അത്ഭുതമൊന്നുമില്ല. അതിന് ചർച്ചയാക്കേണ്ട കാര്യമില്ല. പിന്നെ ഞങ്ങളൊരു കാലത്ത് സാമുദായിക നേതാക്കന്മാർക്കെതിരായിട്ടുള്ള സ്റ്റാൻഡ് ഞങ്ങൾ എടുത്തിട്ടില്ല. 2016 വരെ ഞാൻ മത്സരിച്ച ഒരു ഇലക്ഷനിലും ജമാഅത്തെ ഇസ്ലാമി എനിക്ക് പിന്തുണ നൽകിയിട്ടില്ല. 2016 തന്നു, കാരണം കുമ്മനം രാജശേഖരൻ എതിർ സ്ഥാനാർത്ഥിയായിട്ട് വന്നതുകൊണ്ട് 2016 അന്ന് എനിക്ക് പിന്തുണ നൽകിയിട്ടുണ്ട്. രാഹുൽ സുരേഷ് ഉണ്ട് കോഴിക്കോട്ട് നിന്ന് വിവരങ്ങൾ നൽകാൻ. രാഹുൽ, ജമാഅത്തെ ഇസ്ലാമി വെൽഫെയർ പാർട്ടി കൂട്ടുകെട്ട് എന്നത് കോൺഗ്രസിന് എതിരെ പ്രതിപക്ഷം, പ്രത്യേകിച്ച് CPM ഉന്നയിക്കുന്ന ഒരു വലിയ രാഷ്ട്രീയ ആയുധമാണ്. കാരണം വർഗീയ ശക്തികളുമായി കൂട്ടുകൂടുന്നു എന്നതാണ് CPMന്റെ ആരോപണം. ആ ആരോപണം ലീഗിലേക്ക് വരെ നീളുന്നത് നമ്മൾ കണ്ടു. അതിനുള്ള കെ മുരളീധരന്റെ മറുപടിയാണോ ഇന്ന് നമ്മൾ കണ്ടത്? രണ്ടാമത്തെ കാര്യം, രമേശ് ചെന്നിത്തലയെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിത്വത്തിലേക്ക് ഉയർത്തിക്കാട്ടുന്നതുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിനകത്ത് രൂപപ്പെട്ട പ്രശ്നങ്ങളെക്കുറിച്ചാണല്ലോ മുരളീധരൻ പറഞ്ഞത്. അത് വേണ്ടായിരുന്നു. അതിലൊരു റിഗ്രറ്റാണോ കെ മുരളീധരനുള്ളത്? ഗോപി, ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ ലഭിച്ചു എന്ന് സ്ഥിരീകരിച്ചു പറയുന്ന ആദ്യ കോൺഗ്രസ് നേതാവായിരിക്കും ഒരുപക്ഷെ കെ മുരളീധരൻ. അത് 2016 വട്ടിയൂർക്കാവിൽ മത്സരം നടന്നപ്പോൾ ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ തനിക്ക് ലഭിച്ചു എന്ന് സ്ഥിരീകരിച്ച് പറയുകയാണ് അദ്ദേഹം. അതായത് 2016 കെ മുരളീധരനെതിരെ ശക്തനായ സ്ഥാനാർത്ഥിയായിരുന്നു കുമ്മനം രാജശേഖരൻ. അന്നത്തെ കണക്കുകൾ നോക്കുകയാണെങ്കിൽ 51,322 വോട്ടുകളാണ് കെ മുരളീധരൻ ലഭിച്ചത്. രണ്ടാം സ്ഥാനത്ത് BJP ആയിരുന്നു അവിടെ വന്നത്. 43,700 വോട്ടാണ് BJP ലഭിച്ചത്. ഏതാണ്ട് 8000-ഓളം വോട്ടിന്റെ മാത്രം ഭൂരിപക്ഷമായിരുന്നു കെ മുരളീധരൻ ലഭിച്ചത്. അന്ന് ജമാഅത്തെ ഇസ്ലാമിയുടെ വോട്ട് വട്ടിയൂർക്കാവ് മണ്ഡലത്തിൽ തനിക്ക് ലഭിച്ചിരുന്നു എന്ന് സ്ഥിരീകരിച്ചു പറയുകയാണ് അന്ന് അദ്ദേഹം. അതായത് അന്നത്തെ മത്സരത്തിന്റെ വിജയത്തിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ വോട്ട് നിർണായക ഘടകമായി എന്ന് നമുക്ക് ഈ ഘട്ടത്തിൽ പറയേണ്ടിയിരിക്കുന്നു. അതിനുശേഷം 2019 മുതൽ ഇന്ത്യ സഖ്യത്തിന്, അതായത് ദേശീയ തലത്തിൽ BJP എതിർക്കുന്നതിന്റെ ഭാഗമായി ഇന്ത്യ സഖ്യത്തിന് അവരുടെ വോട്ട് ലഭിക്കുന്നുണ്ട് എന്നും അദ്ദേഹം പറയുന്നുണ്ട്. അത് കേരളത്തിൽ കോൺഗ്രസിന് ലഭിക്കുന്നതെങ്കിൽ തമിഴ്നാട്ടിൽ അത് CPMന് ഉൾപ്പെടെ ജമാഅത്തെ ഇസ്ലാമിയുടെ വോട്ട് ലഭിക്കുന്നുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, അതായത് അടുത്ത തെരഞ്ഞെടുപ്പിൽ UDFന്റെ ഭാഗത്തു നിന്നും മുഖ്യമന്ത്രിയാകാൻ യോജിച്ചയാള് അത് രമേശ് ചെന്നിത്തല ആണെന്ന് കഴിഞ്ഞ ദിവസം ചില സാമുദായിക നേതാക്കൾ പറഞ്ഞിരുന്നു. പക്ഷെ അതിന് പൂർണ്ണമായ പിന്തുണ നൽകാൻ കെ മുരളീധരൻ തയ്യാറാകുന്നില്ല എന്നാണ് എടുത്തു പറയേണ്ട പ്രധാനപ്പെട്ട കാര്യം. പല നേതാക്കളും അത്തരത്തിൽ രമേശ് ചെന്നിത്തലയെ പിന്തുണച്ച് രംഗത്തെത്തുന്നുണ്ട്. പക്ഷെ അതിനെ വലിയ രീതിയിൽ ചർച്ചയാക്കേണ്ടതില്ല എന്ന് അദ്ദേഹം പറയുന്നു. രാഹുൽ സുരേഷ് ആണ് വിവരങ്ങൾ നൽകിയത്.